എൻ്റെ വീട്ടിലുണ്ട് ചാമ്പക്ക കണ്ടോളി. ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് പഴുത്ത ചാമ്പക്ക കേട്ടോ. അടിയിലൊക്കെ ചാമ്പക്ക ഉണ്ട്. ചെറിയ തയ്യാണ്. ഇത് എരിഞ്ഞാണ്. ചെറിയ തയ്യുമ്മയാണ് ഉണ്ടായിട്ടുണ്ട്. നോക്കി ഉണ്ടാ ചുവത്ത ചാമ്പക്ക. എന്തൊക്കെ കറിവേപ്പില, മാവ്, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് അച്ഛൻ വെച്ച് തേടിയ. പിന്നെ മാവ്, പിന്നെ ഇത് മീനാമ്പഴം, വാഴ, പിന്നെ അതാ നിൽക്കുന്നത് ഒരു മീനാമ്പഴം. പിന്നെ ഇതിൻ്റെ അവിടെ ഹൈലൈറ്റായിട്ടുള്ളത് മണിപ്ലാന്റ്. മണിപ്ലാന്റ് ഉണ്ടായിട്ട് കാര്യമില്ല, മണിയില്ല എന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നാണ്ട് ഈ സ്റ്റിക്കും വന്ന് ഇങ്ങനെ വന്നുങ്ങാണ്ട് ഇങ്ങനെ ഇവിടെ പടർന്നു. പിന്നെ ഇവിടെ 2-3 റോസാപ്പൂ തൈ ഉണ്ട്. നോക്കി കണ്ട റോസാപ്പൂ തൈ. റോസാപ്പൂവാണ്. പിന്നെ അച്ഛൻ ചെമ്പരത്തി വെച്ചിട്ടുണ്ട് അതിൽ. കണ്ട ചെമ്പരത്തി വലിയ. അച്ഛൻ കർണാടക വരുന്നത്. അപ്പോൾ കർണാടകത്തെ സ്റ്റൈൽ ഇതാണ്. വലിയ ഇതാവും. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടാവും. വലുത് വലിയ മരങ്ങളുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ അത് വെട്ടി തീർക്കണം. അപ്പോഴേക്ക് ആൾക്കാർ നിന്ന് വന്നിട്ടുണ്ടാവും. നമുക്ക് മതിലിന് വരെ ഇങ്ങനെ ചെയ്താൽ മതി ഗൈസ്. കണ്ടാ. പിന്നെ ഒരു മാവുണ്ട്. മാവ് ഇപ്പോൾ കുറച്ചും കൂടി വലുതായി. ചെറുതായിരുന്ന മാവ് കുറച്ചും വലിയതായി. പിന്നെ ഒരു പേരക്കുണ്ട്. കണ്ട വലിയ പേരക്ക. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ചെറിയ പേരക്ക ഉണ്ടില്ലേ, ഈ ചെറിയ പേരക്ക ഇതും ആ വലിയ പേരക്ക ഒപ്പം വെച്ചാണ്. അല്ല, അത് ചെറുതായിരുന്നു, ഇതും ചെറുതായിരുന്നു. ഇത് രണ്ടും ഒപ്പം വെച്ചായിരുന്നു. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൻ്റെ വലിപ്പം കണ്ടോക്കി, ഇത്ര വലിയത്. ഇതിൻ്റെ വലിപ്പം ചെള്ളി. പിന്നെ ഒരു മീനാമ്പഴം ഉണ്ട്, ചെണ്ടാമല്ലി ഉണ്ട്. പിന്നെ ഒരു മീനാമ്പഴം കൂടി. പിന്നെ റോസാപ്പൂ. പിന്നെ ഇത്. പിന്നെ ഇവിടെ റോസാപ്പൂ ഉണ്ട്, ചീര ഉണ്ട്, ചെണ്ടാമല്ലി, ചീര, പല ഐറ്റംസും ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വേറെ ബാക്കിലും ഉണ്ട് കേട്ടോ. നിറച്ച് ഞാൻ ചെരുപ്പിടട്ടെ. ഇപ്പം ഈ പേരക്കുള്ള തമ്മിലുള്ളതില്ലേ കാര്യം കമൻറ്റ് ബോക്സിൽ ഇടണേ. മഴ പെയ്ത്തിട്ട് ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു. പതുക്കെ നടക്കാൻ പറ്റും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എവിടെയോ ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഇതുമൊന്ന് മുളച്ച്, ഇത് വെട്ടിയിട്ട് സാധനമായിരുന്നു, ഇത് മുളച്ച് വന്ന്. പിന്നെ കണ്ട തൈകൾ, കറിവേപ്പില, ചേമ്പ്, ചേന, പിന്നെ ഇതെന്താ, പിന്നെ മീനാവാഴ, ഒരു വലിയ മീനാവാഴ ഉണ്ട് കേട്ടോ. പിന്നെ വാഴ, പിന്നെയും ചേമ്പ്,
പിന്നെ പച്ചമുളക് കാണിച്ചു തരാം. പച്ചമുളക് നല്ല അടിപൊളി പച്ചമുളക് കേട്ടോ. ചീനാമുളക് ഉണ്ടായിരുന്നു വലിയ തൈ, അത് കേട് വന്നു, കരിഞ്ഞു പോയി. പിന്നെ ഉള്ളത് ചെമ്പരത്തിപ്പൂ, അതിവിടെ വലുതൊന്നുണ്ട്. പിന്നെ അവിടെ ഒരു വലിയതുണ്ട് അവിടെ. പിന്നെ ഇവിടെ മത്തൻ, അപ്പം വരുന്നടിക്കാൻ വരാം. മത്തൻ, പിന്നെ കറിവേപ്പില, പിന്നെ പല പല തൈകളുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇലയാണ് കേട്ടോ. ഇതിലുണ്ടാവാണ്ട് കട്ട ചുവപ്പുള്ളൊരു ഇതാണ്. അതിൻ്റെ ഉള്ളിൽ ലെയറായിട്ടുണ്ടാവുക. പിന്നെ അവിടുത്തെ വലിയ പറങ്കി മാങ്ങ, പിന്നെ പല പല ഐറ്റങ്ങൾ, മാവ്. അവിടെ ഒരു മാവുണ്ട് കേട്ടോ. പല പല ഐറ്റം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പരങ്കയുണ്ട്. പിന്നെ പേരയ്ക്ക, അതിനേക്കാളും വലിയ പേരക്ക ഉണ്ട് കേട്ടോ. പിന്നെ അതാക്കുന്നത് ഉണ്ടോ, അതിൻ്റെ വാഴ കേട്ടോ. ഇതും ഇൻ്റെ. പിന്നെ വാഴ, പിന്നെ ഉള്ളത് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേര് ആർക്കൊക്കെ ഗസ് ചെയ്യാൻ പറ്റുക? ഈ സാധനത്തിൻ്റെ പേര് ഇത് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഇതിൻ്റെ പേര് ആർക്കൊക്കെ ഗസ് ചെയ്യാൻ പറ്റും? ഇത് കാട്ടുതൈ ഒന്നല്ല, എനിക്കറിയാം. പക്ഷേ നിങ്ങളിതിൻ്റെ പേര് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഒരു ചോദ്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഒരു ആൻസർ മാത്രം. അതിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും രക്തം കൂട്ടുന്ന വസ്തുവാണ് ഇത്. ഇതല്ല കേട്ടോ ഗൈസ്, ഇതിൻ്റെ ഒരു പഴമാണ് നമുക്ക് രക്തം കൂട്ടുന്നത്. എന്നാ ശരി, ബൈ ബൈ, സീ യു.